നമസ്കാരം. ചലച്ചിത്ര ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP പരീക്ഷയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. യു പി എസ് സി പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. 25-ാം തീയതിയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഷോർട്ട് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 6/7/2024 നടന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ഷോർട്ട് ലിസ്റ്റ് ആണത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, അതിനുശേഷമായിരിക്കും മെയിൻ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ കട്ട് ഓഫിന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പത്തനംതിട്ട എന്നൊക്കെ പറയുന്നത് പൊതുവെ ഗവൺമെന്റ് സ്കൂളുകൾ കുറവുള്ള മേഖലയാണ്, അവിടെ കട്ട് ഓഫ് കൂടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും ഈ ലിസ്റ്റ് പ്രകാരം മൊത്തം 99 ആളുകൾ മാത്രമാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. ഓക്കെ, 117 ആളുകളാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. മാത്രമല്ല 12 ആളുകൾ ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആകെ മൊത്തത്തിൽ 228 ആൾക്കാർ മാത്രമാണ് ലിസ്റ്റിലുള്ളത്. ഈ 228 ആൾക്കാരിൽ നിന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെയാണെങ്കിൽ ഇന്റർവ്യൂ, ഓക്കെ, ഇതിനുശേഷം ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ആ ഫൈനൽ ലിസ്റ്റ് എന്തായാലും ഇതിലും താഴെയായിരിക്കും. അത്രത്തോളം വാക്കൻസി മാത്രമാണ് അവിടെ ഉള്ളത് മനസ്സിലാക്കുക. എന്തായാലും ഈ ലിസ്റ്റ് പ്രകാരം ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55.33, ഓക്കെ, 55.33 ആണ് ഇതിന്റെ കട്ട് ഓഫ്. കമ്പാരിറ്റീവ്ലി ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, UPSC പൊതുവെ കട്ട് ഓഫ് കൂടുതലാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, എസ്പെഷ്യലി ഈ ജില്ലകൾക്ക് കട്ട് ഓഫ് കൂടുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, കട്ട് ഓഫിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ മുമ്പ് ചെയ്തതാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ 55.33 ആണ് പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ്. ഓരോ ജില്ലയുടെയും കട്ട് ഓഫ് ഡിഫറെന്റ് ആയിരിക്കും. വരും ആഴ്ചകളിൽ, വരും ദിവസങ്ങളിൽ തന്നെ മറ്റുള്ള ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നതായിരിക്കും. എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ചലഞ്ചർ ആപ്പിൽ നമ്മൾ ഫ്രീ LPUP ഇന്റർവ്യൂ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. എക്സ്പേർട്സിന്റെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇന്റർവ്യൂ പാസ്സായി നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസും, എക്സ്പേർട്ട് പാനലിന്റെ മോക്ക് ഇന്റർവ്യൂസും, ഇന്റർവ്യൂവിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളും, അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഡെമോ ക്ലാസ് എടുക്കാൻ പറയുകയാണെങ്കിൽ, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ, ലെസൺ പ്ലാൻ ഒക്കെ പറയുകയാണെങ്കിൽ അതിലേക്ക് ഏതൊക്കെ നിങ്ങൾ ടോപ്പിക് ചൂസ് ചെയ്യാം, എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റേഷൻ നടത്തുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഓക്കെ നമ്മൾ ഇതിന്റെ ഒരു ഇന്റർവ്യൂ ബാച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വീടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും HSA പരീക്ഷകൾക്കും ഇനി LPUP എഴുതാൻ ഇനിയും ഓക്കെ വയസ്സ് ഏജ് ഓവർ ആവാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 2027 വരാൻ പോകുന്ന LPUP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കുന്നതിലും അതിനു മുമ്പ് തന്നെ നമ്മുടെ HSAയുടെ പരീക്ഷ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. വീടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കാം. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. വരും ദിവസങ്ങളിൽ മറ്റുള്ള ലിസ്റ്റുകൾ വരുന്നതായിരിക്കും. ആ സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. താങ്ക് യു.